ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ബിരിയാണി വെച്ചാലോ. അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് സവാള, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റെടുക്കാം കേട്ടോ. പിന്നെ വേപ്പില ഇടണേ. അത് നല്ല തിക്ക് പേസ്റ്റ് വരുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി, മസാലപ്പൊടി ഇട്ടതിന് ശേഷം ചിക്കൻ ഇടാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാട്ടോ. എന്നിട്ട് നല്ല കുറുക്കി എടുക്കണം. ഇനി നമുക്ക് റൈസിന്റെ കാര്യം നോക്കാം. ബിരിയാണി പോട്ട് കുക്കർ എടുക്കാം. അതിന് ശേഷം ഇപ്പൊ ഇവിടെ നമ്മൾ ഇത്തിരി മട്ടന്റെ നെയ്യ് യൂസ് ചെയ്യേണ്ടത്. അത് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം സവാള, സ്പൈസസ്, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, അതിനുശേഷം അരി ഇട്ട് കൊടുക്കാട്ടോ. പിന്നെ നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ. ഇവിടെ നമ്മളിപ്പോ യെല്ലോ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇവിടെ സവാള, കിസ്മിസ്, കാഷ്യൂ, വേപ്പിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണ്ടേ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കാൻ നമ്മുടെ പകുതി പണി കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി പോട്ട് എടുക്കുക. അതിലേക്ക് നല്ല നെയ്യ് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ലെയർ റൈസ് സെറ്റ് ആക്കണേ. പിന്നെ അതിന്റെ മുകളിൽ കൂടെ നമുക്ക് പൈനാപ്പിൾ എസൻസ്, മല്ലിയില ഒഴിച്ചു കൊടുക്കണം. പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മ ദമ്മ് വെക്കുമ്പോൾ. പിന്നെ ഫസ്റ്റ് ലെയർ ചിക്കനും കൂടി ഇട്ട് കൊടുത്തതിന് പിന്നെ സെക്കൻഡ് ലെയർ അതുപോലെ തന്നെ സെയിം റിപ്പീറ്റേഷൻ ചെയ്യാട്ടോ. എസൻസിന്റെ കുത്ത് വലിയ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് എസൻസ് സ്കിപ്പ് ചെയ്യാവേ. അപ്പൊ ഇതിന്റെ എല്ലാ ലെയറും സെറ്റ് ആയതിനു ശേഷം നമുക്ക് 2 മിനിറ്റ് ഒന്ന് സ്റ്റൗവിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാവേ. ആ ടൈമിലായിട്ട് ഇതിന്റെ എല്ലാ ടേസ്റ്റും എസൻസിന്റെയും മല്ലിയിലയുടെയും ചിക്കന്റെയും ഒക്കെ ഒരു അടിപൊളി ടേസ്റ്റ് ഇറങ്ങുന്നത്. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പറയണ അത്ര പാടൊന്നും ഇല്ലാട്ടോ, ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു സർലാസ് അച്ചാറും കൂട്ടി ഒരു പിടി പിടിച്ചെന്റെ മോനെ സംഭവം സെറ്റ് ആണ്. അപ്പൊ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ. അപ്പൊ ബൈ ഗൈസ്.